ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹറാമായ ഭക്ഷണത്തിന്റെ ഒരു ഉരുള അവന്റെ വായിലേക്ക് ഒരാൾ വെച്ചാൽ, ഒരൊറ്റ ഉരുള വെച്ചാൽ, മാ യതഖബ്ബല മിൻഹു 40 യൗമൻ, 40 ദിവസം അവനിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇബാദത്തുകളെ സ്വീകരിക്കുകയില്ല എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹ് പറയുകയാണ്, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു ഉത്തമനാണ്, ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ, നല്ലതിനെ അല്ലാതെ അല്ലാഹു സ്വീകരിക്കില്ല. പലിശയുടെ പൈസ സ്വതക്ക ചെയ്താൽ അല്ലാഹു സ്വീകരിക്കില്ല. ഹറാം ഒരുപാട് സമ്പാദിച്ച് അതുകൊണ്ട് ഉംറക്ക് പോയാൽ അല്ലാഹു സ്വീകരിക്കില്ല. നിന്റെ വസ്ത്രം ഹലാലല്ലാത്ത സമ്പാദ്യത്തിൽ നിന്നാണെങ്കിൽ നിന്റെ നിസ്കാരം അല്ലാഹു കബൂലാക്കില്ല. ഇത് പറഞ്ഞിട്ട് ഹബീബായ റസൂലുള്ളാഹ് പറയുകയാണ്, പിന്നെ നബി ഒരാളെ കുറിച്ച് പറയാണ്, അയാൾ യാത്ര കുറെ ചെയ്യുന്നുണ്ട്, ഇടക്കിടക്ക് ഹജ്ജിന് പോകുക, ഉംറക്ക് പോകുക. അയാൾ യാത്ര കാരണത്താൽ അയാളുടെ മുടി ജടക്കുത്തിയിട്ടുണ്ട്, അയാളുടെ ശരീരത്തിൽ പൊടിമണ്ണ് പുരണ്ടിട്ടുണ്ട്. എന്നിട്ടോ ആകാശലോകത്തേക്ക് അയാളുടെ കൈകൾ അയാൾ നീട്ടുന്നുണ്ട്. യാ റബ്ബ് യാ റബ്ബ് എന്നയാൾ പറയുന്നുണ്ട്. അയാള് ബാഹ്യമായി പടച്ചവനെ വിളിക്കുന്ന ആളാ, ഹാജിയാണ്, ഉംറക്ക് പോകുന്ന ആളാണ്. പക്ഷേ വമത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു, അവന്റെ ഭക്ഷണം നിഷിദ്ധമാക്കപ്പെട്ടത്, അവൻ പ്രഭാതത്തിലാകുന്നത് നിഷിദ്ധമായ ഭക്ഷണത്തിൽ, അവന്റെ വസ്ത്രം നിഷിദ്ധമായത്, പിന്നെ എങ്ങനെയാ അവന് ഉത്തരം നൽകപ്പെടുക എന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചിന്തിക്കണം, എന്നാലോ ഇതിനൊക്കെ സൂക്ഷ്മമായി ജീവിച്ച കുറേ പര്യായങ്ങൾ നമുക്കിടയിലുണ്ട്. മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, എല്ലാവരും പറയും സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, സ്വഹാബികളിലെ പ്രമുഖനാണ്, പാവപ്പെട്ട സ്വഹാബിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഹിംസിലെ ഗവർണറായി നിശ്ചയിച്ചു. അദ്ദേഹത്തിനൊരു താല്പര്യവുമില്ല. ഒടുവിൽ സഈദിനോട് ഉമർ റളിയല്ലാഹു അൻഹു ഗൗരവത്തിൽ പറയാണ്, നിങ്ങളെല്ലാവരും എന്നെ ഭാരമേറിയ ഒരു ജോലി ഏൽപ്പിച്ചിട്ട് അവസാനം നിങ്ങൾ എന്നെ ഈ വിഷയത്തിൽ ഒറ്റപ്പെടുത്തുകയാണോ? ഗത്യന്തരമില്ലാതെ സഈദ് സമ്മതിച്ചു. അദ്ദേഹം യാത്രയാവുകയാണ്, അദ്ദേഹം ഹിംസിലേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞപ്പോ ഹിംസിലെ ഗവർണറായ സയ്യിദുനാ സഈദ് ഇബ്നു ആമിറിന്റെ വിവരമറിയാൻ ഖലീഫയായ അമീറുൽ മുഅ്മിനീനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാണ്. അദ്ദേഹം ചെല്ലുമ്പോ ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഹിംസിലുള്ള നാട്ടുകാരെ സ്വീകരിച്ചു. നാട്ടുകാരോട് സംസാരിക്കുമ്പോ നാട്ടുകാരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഗവർണറെ കുറിച്ച് വല്ല പരാതിയുമുണ്ടോ? ഗവർണറെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയാനുണ്ടോ? നാട്ടുകാര് പറഞ്ഞു, ഇല്ല അമീറുൽ മുഅ്മിനീൻ, അദ്ദേഹം ഞങ്ങൾക്കിടയിലെ ഏറ്റവും നല്ല ആളാണ്, പക്ഷേ ഞങ്ങൾക്ക് ചെറിയ ചില സംശയങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, എല്ലാ ദിവസവും പകലിൽ പ്രഭാതത്തിൽ പുറത്തിറങ്ങാതെ പൂർവാഹനത്തിലാണ് മഹാനുഭാവൻ പുറത്തിറങ്ങാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു ഉച്ച അടുത്ത സമയത്താണ് അദ്ദേഹം പുറത്തിറങ്ങാറുള്ളത്. രണ്ടാമത്തെ കാര്യം, രാത്രിയിൽ ഞങ്ങൾ അദ്ദേഹത്തെ കാണാറേ ഇല്ല. മൂന്നാമത്തെ കാര്യം, മാസത്തിൽ ചില ദിവസങ്ങളിൽ അദ്ദേഹത്തെ പകലും ഞങ്ങൾ കാണാറില്ല. നാലാമതായിട്ട്, ഞങ്ങൾക്കിടയിൽ അദ്ദേഹം ഇങ്ങനെ ചില സമയത്ത് നിൽക്കുമ്പോ മഹാനുഭാവന് ചിലപ്പോൾ ഒരു ബോധക്ഷയുണ്ടാവാറുണ്ട്, അതെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ 4 കാര്യം പറഞ്ഞു. അപ്പോ
മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്കിടയിൽ വെച്ച് സഈദിനോട് ചോദിച്ചു, സഈദ് ഇബ്നു ആമിർ, നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പരാതി കേട്ടല്ലോ, എന്താണ് നിങ്ങൾക്ക് ഇതിന് വിശദീകരണം നൽകാനുള്ളത്? ഇദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഇത് ഞാൻ ഒരിക്കലും ജനങ്ങൾക്കിടയിൽ വെച്ച് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമല്ല. ഇത് ഞാൻ എൻ്റെ സീക്രട്ട്, എൻ്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ സൂക്ഷിച്ചിരുന്ന ചില കാര്യങ്ങളാണ്. ഒന്നാമതായി, ഞാൻ പകൽ കുറച്ച് വൈകിയാണ് വരാറുള്ളതെന്ന് പറഞ്ഞല്ലോ. എൻ്റെ വീട്ടിലെ ജോലി ഞാനാ ചെയ്യാറുള്ളത്. ഗവർണർ പറയാ, ഞാൻ ഒരിക്കലും ഖജനാവിലെ പണം ഉപയോഗിച്ച് എൻ്റെ വീട്ടിൽ ഒരാളെ വെച്ചിട്ടില്ല. വീട്ടിലെ പണി എൻ്റെ ഭാര്യയെ ഞാൻ സഹായിക്കണം. അതുകൊണ്ട് രാവിലെയുള്ള കാര്യങ്ങൾ വീടടിച്ചു വാരാൻ, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ, വീടിന്റെ വൃത്തിയൊക്കെ സംരക്ഷിക്കാൻ അത് ഞാൻ തന്നെയാണ് അതിന് നേതൃത്വം നൽകാറുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞു അൽഹംദുലില്ലാഹ്. രണ്ടാമത്, രാത്രി എന്നെ കാണാറില്ല എന്ന് പറഞ്ഞല്ലോ. അന്നഹാറു ലിൽആമ്മ വല്ലൈലു ലിറബ്ബി. ഞാൻ എൻ്റെ പകൽ സമയം പൊതുജനങ്ങൾക്ക് വേണ്ടിയും എൻ്റെ രാത്രി സമയം ഞാൻ അള്ളാഹുവിന് വേണ്ടിയും മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പൊ രാത്രി എനിക്ക് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം കേട്ടോ, അതുകൊണ്ടാണ് രാത്രി ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്നത്. മൂന്നാമതായി പറഞ്ഞല്ലോ, മാസത്തിൽ ചില ദിവസങ്ങളിൽ ഞാൻ തീരെ വരാറില്ല. എനിക്ക് ഞാനീ ഉടുത്ത വസ്ത്രങ്ങളേ ഉള്ളൂ, എനിക്ക് വേറെ വസ്ത്രമൊന്നുമില്ല, ഞാനത് ഉദ്ദേശിച്ചിട്ടുമില്ല. അപ്പൊ ഞാനിതൊന്ന് അലക്കിടാൻ ഒന്ന് ഉണങ്ങണ സമയം വരെ ഞാൻ ചിലപ്പോൾ ഒന്ന് വീട്ടിൻ്റെ ഉള്ളിൽ. നാലാമതായി, എനിക്ക് ബോധക്ഷയം വരാറുണ്ട് എന്നല്ലേ പറഞ്ഞത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഓർത്തുപോകാറുണ്ട്. ഞാൻ മക്കയിൽ മുശ്രിക്കീങ്ങളോടൊപ്പം ജീവിച്ചിരിക്കെ മദീനയിൽ നിന്ന് വഞ്ചനയിലൂടെ കൊണ്ടുവന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു ഹുബൈബിനെ, ആ ഹുബൈബിനെ ജനങ്ങൾക്കിടയിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുവന്നു. ഹുബൈബിനോട് ക്രൂരമായി ഖുറൈശികൾ പെരുമാറി. ഹുബൈബിനോട് ചോദിച്ചു, ഹുബൈബേ, മുഹമ്മദ് നിന്റെ സ്ഥാനത്തായിരിക്കുന്നതിനെ കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം? ഹുബൈബ് മറുപടി പറഞ്ഞതില്ല, എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഹുബൈബ് ജനങ്ങൾക്കിടയിൽ വെച്ച് പറഞ്ഞത്, ദഊനി ഉസല്ലി റക്അതൈൻ, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഹുബൈബ് ഇറങ്ങി 2 റക്അത്ത് നിസ്കരിക്കുമ്പോ ഹുബൈബിനെ അത് കഴിഞ്ഞ് തൂക്കുമരത്തിലേറ്റുമ്പോ, തൂക്കുമരത്തിൽ കിടന്നാടുമ്പോ, ഞാനന്ന് മുശ്രിക്കായിരുന്നല്ലോ, എനിക്ക് ആ ഹുബൈബിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആ രംഗം എന്റെ മനസ്സിൽ ഓർമ്മ വരാറുണ്ട്. ആൾക്കൂട്ടത്തിൽ ഞാൻ നിൽക്കുമ്പോ ഇടക്കിടക്ക് ഹുബൈബിന്റെ മുഖം എന്റെ മനസ്സിൽ വരാറുണ്ട്. അപ്പോഴാണ് ഞാൻ ബോധരഹിതനായി വീണു പോകാറുള്ളത്. പറഞ്ഞു, അൽഹംദുലില്ലാഹ്, സഈദിനെ കുറിച്ച് എന്റെ മനസ്സിൽ ഒരു മോശമായ വിചാരവും നൽകാത്ത അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അവസാനം അദ്ദേഹത്തിന് ഖജനാവിൽ നിന്ന് 1000 ദീനാർ അനുവദിച്ചു. വേണ്ടാന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു, മൻ ഉഅ്തിയ ശൈഅൻ മിൻ ഗൈരി സുആൽ. തങ്ങൾ പറയാണ്, ചോദിക്കാതെ ഒരാൾക്ക് വല്ലതും നൽകപ്പെട്ടാൽ. ഭാര്യ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണവരുണ്ടോ? ഒരൊറ്റ തെറ്റേ ചില വാപ്പാര് ചെയ്യുള്ളൂ. എന്താണ്? മോളെ നിനക്ക് കല്യാണം കഴിച്ചു. ചെറുപ്പക്കാരെ, അതിൻ്റെ പേരിൽ ഈ സുആലുണ്ടല്ലോ, കല്യാണം കഴിക്കുന്ന സമയത്തുള്ള സുആലെന്നെ ഏറ്റവും മോശം. ചോദിച്ചിട്ടത് വാങ്ങുന്ന സമ്പ്രദായം ഉണ്ടല്ലോ. കല്യാണം കഴിച്ചു കഴിഞ്ഞാലോ പിന്നെ ഇങ്ങനെ കച്ചവടം തുടങ്ങാനോ, വിസക്ക്, വാഹനം വാങ്ങാനോ. പരലോകത്തുള്ള ശിക്ഷയെക്കുറിച്ച് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഖബറിൽ അങ്ങനെ ചരിത്രത്തിൽ തന്നെ ഉണ്ട്. ഒരു മനുഷ്യനെ അള്ളാഹു ഖബറിൽ ശിക്ഷിക്കുന്നത് വേറൊരാൾക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തപ്പോൾ അതിന്റെ കാരണം പറഞ്ഞ എന്താണെന്നറിയോ? ഭാര്യ വീട്ടുകാരുടെ മുമ്പിൽ അഹന്ത നടിച്ചതിനാണ് അള്ളാഹു തആല ശിക്ഷിച്ചത്. ശ്രദ്ധിക്കണം.
ഒരാൾക്ക് ചോദിക്കാതെ വല്ലതും കിട്ടിയാൽ, ഹദിയ കിട്ടിയാൽ ഹലാലാവാണ്. ഹദിയ ഒരാൾ തന്നിട്ടുണ്ടെങ്കിൽ അത് മേടിക്കാതിരിക്കുക എന്നുള്ളതല്ല റസൂലുള്ളാഹിന്റെ സുന്നത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ് അത് മേടിക്കുക എന്നുള്ളതാണ്. ഹദിയ കൊടുക്കും വേണം, മേടിക്കും. തഹാദൗ തഹാബൂ, നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ കൊടുക്കണേ, എന്നാൽ നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പറയുകയാണ്. ഒരാൾ ആവശ്യപ്പെടാതെയോ അതല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യമില്ലാതെയോ നിങ്ങൾക്ക് വല്ലതും കിട്ടിയാൽ ഫഇന്നഹു റിസ്ഖും മിനല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്നുള്ള ഒരു റിസ്ഖാകുന്നു. അവനത് സ്വീകരിക്കട്ടെ, അവനത് തള്ളരുത് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങി. പക്ഷേ അടുത്ത ദിവസം മഗ്‌രിബാകുന്നതിന്റെ മുമ്പേ അതിലെ ഒരു ദീനാറ് പോലും ബാക്കിയാകാതെ ഹിംസിലെ ജനങ്ങൾക്കിടയിൽ സഈദ് ഇബ്നു ആമിർ വിതരണം ചെയ്തു എന്ന് നമ്മൾ പറയുമ്പോൾ, മുഅ്മിനീങ്ങളെ, നമുക്കിടയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഉദ്യോഗസ്ഥ വൃന്ദം, അത്രേ പറയുന്നുള്ളൂ. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സമയം 10 മണിയായി. ഇനി ഇതിലേക്ക് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. പലിശയെ കുറിച്ച് പറയാനുണ്ട്. ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ്, സമയം ഒരുപാടായി. ഏതായാലും ഇങ്ങനെ പലിശ ഒന്ന് രണ്ട് ഹദീസുകൾ മാത്രം ഓതാം, ആയത്തുകൾ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ ദ്വാരക്കാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. ഇതും കൂടി ആയത്തുകളും കൂടി ഓതിയിട്ട്. الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. തങ്ങളുടെ സമ്പാദ്യം രാവിലും പകലിലും രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്ന മുഅ്മിനീങ്ങളുണ്ടല്ലോ, അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ അവർക്ക് വലിയ പ്രതിഫലമുണ്ട്. അവർക്ക് ഭയമില്ല, അവർ ദുഃഖിക്കുകയും ചെയ്യുന്നവരല്ല. എന്നിട്ട് പറയാൻ, അല്ലദീന യഅകുലൂന الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا. നിശ്ചയമായും പലിശ തിന്നുന്നവരുണ്ടല്ലോ, പൊന്നു പെങ്ങളെ, നിങ്ങളുടെ കയ്യിലുള്ള വള പണയം വെച്ചിട്ട്, മാല പണയം വെച്ചിട്ട് അത് ഭക്ഷണമായി കഴിക്കുമ്പോ, അതുകൊണ്ട് കച്ചവടം തുടങ്ങുമ്പോ, അതുകൊണ്ട് വിസ വാങ്ങുമ്പോ, അതുകൊണ്ട് ഗൾഫിലേക്ക് യാത്ര ചെയ്യുമ്പോ, അത് പണയം വെച്ചിട്ടാണെങ്കിലും ലോൺ എടുത്തിട്ടാണെങ്കിലും അങ്ങനെ പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടിലൂടെ ഭക്ഷണം കഴിക്കുന്നവരുണ്ടല്ലോ, പിശാചിന്റെ സ്പർശനമേറ്റുകൊണ്ട് പൈശാചിക ബാധയേറ്റവനെ പോലെയല്ലാതെ അവര് ഖിയാമത്ത് നാളിൽ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരികയില്ല. അതെന്തുകൊണ്ടാണെന്നറിയുമോ? അവര് പറഞ്ഞത് കച്ചവടം എന്ന് പറഞ്ഞാൽ അതും പലിശയും ഒന്നാണ്. എന്നാൽ അല്ലാഹു കച്ചവടത്തെ ഹലാലാക്കിയിട്ടുണ്ട്. കച്ചവടവും പലിശയും രണ്ടും രണ്ടാ. വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബാ. വേറെ ഒരായത്ത് അല്ലാഹു പറയുകയാണ്, യംഹഖുല്ലാഹുർ റിബാ. പൊന്നുമോനെ, നിന്റെ വാഹനം പലിശയിലധിഷ്ഠിതമാണോ? നീ ലോൺ എടുത്തിട്ടാണോ വാങ്ങുന്നത്? നീ ലോൺ എടുത്തിട്ട് കാർ വാങ്ങിയാൽ, നീ ലോൺ എടുത്തിട്ട് ബൈക്ക് വാങ്ങിയാൽ, മോനെ, നിന്റെ യാത്രയിൽ അല്ലാഹു ഹലാൽ നൽകുകയില്ല. നിന്റെ യാത്രയിൽ അല്ലാഹു ബറക്കത്ത് നൽകില്ല. നിന്റെ ജീവിതത്തിൽ അല്ലാഹു ഖൈർ നൽകില്ല. പലിശ വാങ്ങുന്നവർ അവർ അല്ലാഹുവിനെ വിചാരിക്കാത്തവരാണെന്നവർ വാങ്ങിക്കൊള്ളട്ടെ. നിനക്ക് അല്ലാഹുവിനെ അറിയാമല്ലോ, നിനക്ക് റസൂലിനെ അറിയാമല്ലോ. സബഉൽ മുബിഖാത്തിലെ ഒന്നായിട്ട് എണ്ണിയ പലിശയുടെ പിന്നാലെ എങ്ങനെ
എവിടെയാ പൊന്നുമക്കളെ നമ്മൾ പോകുന്നത്? എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ വീടിൽ പലിശയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരിടപാടുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ നിങ്ങളത് അവസാനിപ്പിക്കാൻ നിങ്ങളുടെ ഭർത്താവിനോട് പറയണേ, നിങ്ങളുടെ ഉപ്പയോട് പറയണേ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് പറയണേ. നീ 10 ലക്ഷം രൂപ ലോൺ എടുത്താൽ എന്നിട്ട് അതുകൊണ്ട് വീട് വെച്ചാൽ നിനക്കത് വീട്ടാൻ കഴിയില്ല പൊന്നുമോനെ, നിന്നെ പിടികൂടുമെടാ. ആ പലിശ നിന്റെ മേളിൽ കുമിഞ്ഞുകൂടും. കച്ചവടം തുടങ്ങിയാൽ ആ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഇതെന്റെ വക